ഹലോ ഗൈസ്, ഇന്നത്തോടെ നമ്മുടെ F4th ഐലൻഡ് അവസാനിക്കുകയാണ്. എന്തായാലും ഈ ഡ്രാമ എല്ലാവരും മിസ് ചെയ്യും, കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഡ്രാമയായിരുന്നു ഇത്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ MJയുടെ ലവ് സ്റ്റോറിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. സോ ഇപ്പം നമുക്ക് ഫൈനൽ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പോൾ ഗോറിയെ തൈമിന്റെ മെമ്മറീസ് തിരിച്ചുകൊണ്ട് ശ്രമിക്കുമ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് അമ്മ അവിടെ നിന്ന് ഗോറിയെ തടയുന്നത്. എന്നിട്ട് അമ്മയും ദേഷ്യപ്പെട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറയും. അങ്ങനെ ഇത് കേട്ട് ബോഡി ഗാർഡ്സ് എല്ലാം അവളെ പുറത്താക്കുമ്പോഴാണ് നമ്മുടെ അമ്മയും ദേഷ്യപ്പെട്ട് പുറത്ത് വന്നിട്ട്, എടി നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കയറി എന്റെ മോനെ നീ വേദനിപ്പിക്കും എന്നിട്ട് അമ്മയും ദേഷ്യപ്പെടുമ്പോഴാണ് ഇത് കേട്ട് അവളും, ഞാൻ അവനെ വേദനിപ്പിക്കുമെന്നല്ല, ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാനേ ഇവിടെ വന്ന, സത്യത്തിൽ നിങ്ങൾ അവനെ വേദനിപ്പിക്കുന്ന എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയും ദേഷ്യപ്പെട്ട്, എന്തുവാ ഞാൻ എപ്പോഴും എന്റെ മകനെ വേദനിപ്പിച്ച, പിന്നെ നിങ്ങൾ എന്തുവാ ചെയ്യുന്ന, നിങ്ങൾ അവന്റെ ഫീലിംഗ്സിനെ കുറിച്ചൊന്നും ഓർക്കാതെ അവനെ ജയിലിട്ടേക്ക് നിനക്ക് അടച്ചിട്ടേക്കുക. പോരാത്തിന് അവന്റെ 4 വർഷത്തെ മെമ്മറി ലോസ് ആയിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ഒട്ടും വിഷമിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അവനെ യൂസ് ചെയ്യുക. ഓ, എനിക്ക് തൈമിനെ ഓർത്തിട്ട് പാവം തോന്നുന്നു, നിങ്ങളെ പോലെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളെ അവൻ അമ്മയായിട്ട് കിട്ടിയല്ല എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയും ദേഷ്യപ്പെട്ട് ഒറ്റരടിയും വെച്ചെടുക്കും. എന്നിട്ട് അമ്മയും പറയും, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം തൈമിന്റെ നല്ലതിന് വേണ്ടിയാ, അതൊന്നും നിനക്ക് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല എന്നിന് അമ്മയും ദേഷ്യപ്പെട്ട് അവൾ വീട്ടിനകത്ത് കയറ്റാതെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ടും ഗോറിയെ പോകാതെ അവിടെ തന്നെ നിൽക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ചേച്ചിയും ദേഷ്യപ്പെട്ട് അമ്മയെ കാണാൻ വേണ്ടി പോകും. അമ്മേ, ഇപ്പൊ ഗോറി എന്ത് ചെയ്യുന്ന എനിക്കൊരു പിടിയില്ല, പക്ഷെ അവൾ പുറത്ത് ആ മഴയത്ത് നനഞ്ഞോണ്ടിരിക്കുക, കാരണം അവൾക്ക് ഇനി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവളെ കൊണ്ട് പറ്റുന്നേക്കെ അവൾ ശ്രമിച്ചോണ്ടിരിക്കുക. അമ്മേ, അവളിങ്ങനെ കഷ്ടപ്പെടുന്നേക്കെ തൈമിന് വേണ്ടിയാ, അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മനസ്സുറക്ക്, എന്നാലേ തൈമിന്റെ ജീവിതത്തിൽ സന്തോഷം വരുത്തുള്ളൂ എന്നിങ്ങനെ ചേച്ചി പറഞ്ഞിട്ട് നമ്മുടെ അമ്മയും ഗോറിയെ കാണാൻ വേണ്ടി താഴെ പോകും. നീ എന്നെ തെറ്റിയിരിക്കില്ലേ, നിന്നോട് കെയർ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ പുറത്തു വന്ന, നീ ഇനി എത്ര നേരം ഇങ്ങനത്തെ മണ്ടത്തരെ കാണിച്ചോണ്ടിരിക്കും. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ ഇവിടെ എത്ര ദിവസം നിന്നാലും ഞാൻ നിന്നെ തൈമിനെ കാണാൻ സമ്മതിക്കത്തില്ല എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും, എനിക്കറിയാം, ഞാൻ ഇത്ര സമയം ഇവിടെ നിന്നത് തൈമിനെ കാണാൻ വേണ്ടിയില്ല, എനിക്ക് നിങ്ങളായിട്ട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്നിന് അവൾ പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയും, എന്തുവാ നിനക്ക് എന്നോടെന്തോ പറയാനുള്ള എന്നിന് അമ്മ വയ്ക്കുമ്പോഴാണ് അവളും, എനിക്കിപ്പോഴും ഒരു കാര്യം മനസ്സിലായ, മറ്റുള്ളവർ നിങ്ങളോട് ടൈം നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കേട് സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇതിനുമ്പ് എന്നെ ദേഷ്യത്തെ അടിച്ച്, സത്യത്തിൽ ഞാൻ പറഞ്ഞ തെറ്റാ, നിങ്ങളൊരു സെൽഫിഷ് അല്ല, നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം ടൈമിന് നല്ലതിന് വേണ്ടിയാ, കാരണം നിങ്ങളും ടൈമിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയും, പറയാ നിനക്കിതെല്ലാം മനസ്സിലായെങ്കിൽ പിന്നെന്തിനാ എന്നിന് അമ്മയും പറയുമ്പോഴാണ് അവളും, പക്ഷെ നിങ്ങളൊരു കാര്യം മറന്നുപോയി, നിങ്ങൾ ടൈം സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്ന, പക്ഷെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ടൈമിന്റെ സന്തോഷം എന്തോന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടോ, അവന് സത്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പൈസയൊന്നും ആവശ്യമില്ല, അവന് വേണ്ടതെല്ലാം സ്നേഹം മാത്രമേ ഉള്ളൂ എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയെ സമ്മതിക്കാതെ, ഇല്ല എന്റെ മോനെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം, അവന് വേണ്ടതെല്ലാം കമ്പനിയെ കൺട്രോൾ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ എന്നിന് അമ്മ പറയുമ്പോഴാണ് അവളും, നിങ്ങൾ പറഞ്ഞത് ശരിയാ, പക്ഷെ അവൻ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ സന്തോഷപ്പെടാൻ വേണ്ടിയാ, കാരണം അവൻ നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നു. നിങ്ങൾക്കറിയാം, ഒരു ദിവസം ടൈം എന്നോട് നിങ്ങളുടെ വീട് എങ്ങനെയാന്ന് അവൻ എന്നോട് പറഞ്ഞ്, ആഹാരം കഴിക്കുമ്പം ആരും മിണ്ടത്തില്ല, നിങ്ങൾ ഓരോരുത്തരും ദൂരെ ദൂരെ മാറിയിരിക്കും, ഒരു പക്ഷേ സംസാരിക്കുവാണെങ്കിൽ പോലും അത് ബിസിനസിനെ കുറിച്ചല്ലായിരിക്കും, അവൻ ആ കാര്യം എന്നോട് എത്ര വിഷമത്തിലാ പറഞ്ഞെന്നറിയാം എന്നിന് അവളും പറയുമ്പോഴാണ് നമ്മുടെ അമ്മയ്ക്ക് അതൊക്കെ മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഗോറിയും, എന്തായാലും നിങ്ങൾ എന്നെ ടൈമിനെ കാണാൻ സമ്മതിക്കത്തില്ലെന്നറിയാം, പക്ഷെ എനിക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ടൈം ആഗ്രഹിച്ച പോലെ അവ സന്തോഷമായിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കണം, അത് നിങ്ങളെ കൊണ്ടും ചെയ്യാൻ പറ്റും എന്നിന് അവളും പറയുമ്പോഴാണ് ഇതൊക്കെ കേട്ട് അമ്മയുടെ മനസ്സ് മാറും. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ ടൈം വന്നിട്ട്, എന്തുവാ എന്റെ സന്തോഷോ, നിന്റെ വിചാരമെല്ലാം എന്നെ കുറിച്ചെല്ലാം അറിയാവുന്നതാണല്ലോ, നീ ഇപ്പൊ പറഞ്ഞതുപോലെ ഒന്നല്ല എന്റെ സന്തോഷം, അതുകൊണ്ട് എന്നെ കുറിച്ച് എല്ലാം അറിയാൻ നടക്ക് ചുമ്മാ ആക്ട് ചെയ്യാതെ, ഞാൻ ടൈമാ, എന്റെ സ്വപ്നം എല്ലാം നീ വിചാരിക്കുന്ന പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നല്ല, അത് എപ്പോഴും ടോപ്പിലായിരിക്കും എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ടിട്ട് ഗോറിയും, ടൈം ഇതല്ല നീ ആഗ്രഹിച്ച, ഞാൻ പറയുന്ന കേക്ക്, നിന്റെ ആഗ്രഹം എന്തോന്ന് വെച്ചാ ഒന്ന് മിണ്ടാരി, ചുമ്മാ ഇവിടെ നിന്ന് നാടൻ കളിക്കാതെ വീട്ടിൽ പോകാൻ നോക്ക് എന്നിന് അവളെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പിടിക്കും. അപ്പോഴാണ് ഗോറിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ അവൾ കാണുന്ന മുഖം നമ്മൾ പണ്ട് കണ്ട ടൈമാണെന്ന്. അങ്ങനെ ഇത് കണ്ട് അവള് ഷോക്കായി നിൽക്കുമ്പോഴാണ് അവനും പറയുന്നത്, ഒരു പക്ഷേ എന്നെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാമെങ്കിൽ നീ എന്നെ എതിർത്ത് ഇങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു എന്നിന് അവൻ പറയുന്നതായിട്ട് അവളും തിരിച്ചൊന്നും പറയാതെ കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ടൈമും, പിന്നെ നീ എന്തോ പറഞ്ഞ ഗേൾ ഫ്രണ്ടോ, ഇത്രയും പേടിയായിട്ടാണോ നിന്റെ ബോയ് ഫ്രണ്ടിനെ നീ നോക്കുന്നത്, ചുമ്മാ ആക്ട് ചെയ്ത് ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്നതിന് അവളെ പിടിച്ച് തള്ളിയിടും. അങ്ങനെ ഇത് കേട്ട് അവളൊന്നും ചെയ്യാൻ പറ്റാതെ പൊട്ടി കരഞ്ഞോണ്ടിരിക്കും. അതേസമയം ഇതേ കണ്ട് നമ്മുടെ അമ്മ ഇമോഷണൽ ആകും. അപ്പോഴാണ് ഗോറിയും കരഞ്ഞോണ്ട്, ടൈം അപ്പൊ എനിക്ക് നിന്നെ ഇനി മാറ്റിയെടുക്കാൻ പറ്റത്തില്ല, എങ്കിൽ പിന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്റെ മനസ്സിൽ എപ്പോഴും നീ ഉണ്ട് എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് വീണ്ടും അവൻ ദേഷ്യപ്പെട്ടോണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഗോറിയും കരഞ്ഞോണ്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് പെട്ടെന്ന് ടൈമിന് വീണ്ടും പഴയ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ഓർമ്മ വരും. അപ്പൊ അവനും തല പിടിച്ചിട്ട്, അമ്മേ വാതി നമുക്ക് വീട്ടിൽ പോകാം, എനിക്ക് തലവേദന എടുക്കുന്നു എന്നിന് അവനും തിരിച്ച് വീട്ടിലേക്ക് നടക്കും. അങ്ങനെ ഇത് കണ്ട് അമ്മയെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ടൈമും പെട്ടെന്ന് അവിടെ നിന്നിട്ട് അവന് താഴെ കിടക്കുന്ന ഒരു നെക്ലസ് എടുക്കും, അതായത് അവൻ ഗോറിക്ക് വേണ്ടി സ്പെഷ്യലാക്കി ഉണ്ടാക്കിയ നെക്ലസ്. അങ്ങനെ അത് കണ്ടതോടെ ടൈമിന് പെട്ടെന്ന് ഓർമ്മ വരാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി നമ്മുടെ അമ്മയും പെട്ടെന്ന് ഗേറ്റ് തുറക്കാൻ പറയും. അങ്ങനെ അതോടെ ടൈമിന് എല്ലാം ഓർമ്മ വന്നിട്ട് അവനും പെട്ടെന്ന് ഗോറി അന്വേഷിച്ച് പുറത്തേക്ക് ഓടി ചെല്ലും. അങ്ങനെ ഇപ്പൊ അവസാനം ഗോറിയെ കാരണം
കേട്ടതോടെ നമ്മുടെ അമ്മയുടെ മനസ്സും മാറി. അപ്പോഴാണ് തൈമും ഗോരയുടെ പുറകെ പോയിട്ട് ഒരു സെക്കൻഡ് അവിടെ നിൽക്കി എന്നിന് അവൻ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ചോദിക്കും, പിന്നെ ഈ നെക്ലസ് നിന്റെ ആണോ? ഇതിനകത്ത് നിന്ന് എന്റെ പേരിട്ടേക്കുന്ന നീയാണോ ഉണ്ടാക്കിയ? എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, തൈം അത് നീ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ എന്നിന് അവൾ പറയും. അപ്പോഴാണ് ഇത് കേട്ട അവനും, ഞാനെന്ന് നിനക്ക് ഇത് ഗിഫ്റ്റ് ആയിട്ട് തരുന്ന? തൈം ഞാൻ നിന്നോട് പറഞ്ഞില്ല ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ടാ. ഓ നീ അത് ആദ്യം നിർത്താവോ? എനിക്ക് ഇതുവരെ ഒരു ഗേൾ ഫ്രണ്ടും ഇല്ല, പോരാത്തിന് എന്റെ ജീവിതത്തിൽ ഞാൻ ആരെയും കിസ് ചെയ്തിട്ട് പോലും ഇല്ല എന്നിന് അവൻ പറഞ്ഞതോടെ ഇത് കേട്ട് അവളിങ്ങനെ ഷോക്കായി നോക്കും. അപ്പോഴാണ് അവനും, നീ എന്നെ കളിയാക്കി നോക്കുവാണോ? എന്നിന് അവനും മഴയത്ത് നനഞ്ഞത് പനി പിടിക്കും. അപ്പൊ ഇത് കണ്ട് അവളെടുത്ത് തന്നിട്ട് അവന്റെ പനി മാറാൻ വേണ്ടി ഒരു ഗുളിക എടുത്ത് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഇത് കണ്ട് തൈമ തടയുമ്പോഴാണ് ഗോറി അവന്റെ തലയെ പിടിച്ചടിച്ചിട്ട്, എടാ ആദ്യം നീ ഗുളിക കഴിക്കടാ എന്നിന് അവനെ പിടിച്ചടിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവനും ഇതിനുമ്പ് നമ്മുടെ ഗോറി അവനെ പിടിച്ചടിച്ച എല്ലാ മെമ്മറീസും ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്ന് പോകും. അപ്പോഴാണ് അവന് ഷോക്കായിട്ട്, എടി നീ ഇതിനുമ്പ് എന്നെ അടിച്ചിട്ടുണ്ടോ? അതും കുറെ പ്രാവശ്യം എന്നിന് അവനും പെട്ടെന്ന് കുറെ മെമ്മറീസ് ഇങ്ങനെ ഓർമ്മ വന്ന് അവളോട് തുറന്നു പറയും, എന്റെ മെമ്മറീസ് ഫുള്ള് നീയാണല്ലേ, നീ എന്തു എന്നെ ചെയ്ത എന്നിന് അവനും ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ കിടക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഗോറിയെ സന്തോഷപ്പെട്ട്, ടൈം നിനക്കെല്ലാം ഓർമ്മ വന്നോ എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും, ഇതിനുമ്പ് ഇത് കണക്ക് ഞാൻ നിന്റെ മടി കടന്നിട്ടുണ്ട്, അതും എന്റെ വീട്ടിൽ വെച്ച്. അപ്പൊ ഞാൻ സത്യത്തിൽ ഒരാൾ കിസ് ചെയ്തിട്ടുണ്ടോ എന്നിന് അവനെല്ലാം ഓർമ്മ വന്നോടെ ഇത് കേട്ട് അവളും ചിരിച്ചിട്ട്, ടൈം നിനക്കെല്ലാം ഓർമ്മയുണ്ടോ അപ്പം എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് അവനെ തന്നെ അടിച്ചിട്ട് ഇങ്ങനെ കരയും. ഗോറിയ ഞാൻ നിന്നെ വീണ്ടും വേദനിപ്പിച്ചല്ല, നീ എന്നെ ക്ഷമിക്കോ എന്നിന് അവനെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതോടെ ഇപ്പൊ എല്ലാ പ്രശ്നവും സോൾവ് ആയി. അതിനുശേഷം തൈമം ഗോരയായിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് നെറ്റിനകത്ത് പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഇത് കണ്ടതോടെ എല്ലാം സന്തോഷത്തിലാവും. അങ്ങനെ തൈമം ഗോരയുടെ ഗേൾ ഫ്രണ്ടാന്ന് ഇന്റർനെറ്റിനകത്ത് പോസ്റ്റ് ചെയ്തോടെ ഇത് കണ്ട് ഗോരയുടെ ഫാമിലിയും ചേച്ചി എല്ലാരും കൂടെ സന്തോഷപ്പെടും. അങ്ങനെ ഇപ്പൊ എല്ലാം സെറ്റ് ആയതോടെ തൈമ അവൻ ആഗ്രഹിച്ച പോലെ ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ അവനെ കൊണ്ടാക്കാൻ ഗോറിയ എയർപോർട്ടിൽ പോകുമ്പോഴാണ് തൈമ അവളെ താറ്റാണിക്ക് നിന്നിട്ട്, ഗോറിയ ഞാൻ 4 വർഷം ഇവിടെ നിന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവാ, എന്നിട്ടും വെറും താറ്റ മാത്രമേ ഉള്ളൂ എന്നിന് അവനെ അവളെ ഹഗ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പോകും. അതേപോലെ തന്നെ ഇപ്പൊ ഗോരയുടെ ഫാമിലിയും ഗാവ ഗോരയ്ക്ക് വേണ്ടി റെഡിയാക്കിയ അതേ വീട്ടിൽ തന്നെ ഇവരെല്ലാം കൂടെ താമസിക്കും. എന്നിട്ട് അവളും തൈമിനെ TV കാണിക്കുന്നുണ്ട്, അവള് സന്തോഷപ്പെടും. അതേപോലെ തന്നെ ചേച്ചി അമ്മയും കൂടെ തൈമിന്റെ ഇന്റർവ്യൂ കണ്ട് സന്തോഷപ്പെടുമ്പോഴാണ് ചേച്ചിയും ചോദിക്കുന്നത്, അമ്മേ ഇനിയിപ്പോ നാളെ നിങ്ങളുടെ പ്ലാൻ എന്തുവാ എന്നിന് അവളെ ചോദിക്കുമ്പോഴാണ് അമ്മയും ചിരിച്ചോണ്ട്, നമുക്ക് ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചാലോ എന്നിന് അമ്മയും മൊത്തത്തിൽ മാറും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഗോരെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി കവിൻ എംജയും കൂടെ അവിടെ വരും. അപ്പോഴാണ് ഇത് കണ്ട അവളും, കവിൻ എംജെ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സ്കൂളിൽ കൊണ്ടാക്കണമെന്നില്ല, എനിക്ക് ഇവിടുന്ന് ബസ് പിടിക്കാനൊക്കെ അറിയാം എന്നിന് അവൾ പറയുമ്പോഴാണ് കവിനും, അങ്ങനെ പറഞ്ഞ അങ്ങനെ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്ന കാരണം വെച്ചാ ഞങ്ങൾ ജൂനിയേഴ്സിനെയൊക്കെ വായി നോക്കുന്ന, ഇനിയിപ്പോ നീ ബസ്സിൽ പോയാ ഞങ്ങൾക്ക് അവരെ ഇനി കാണാൻ പറ്റത്തില്ല, അതുമല്ലാതെ ഗോറിയ നിന്റെ ബോയ് ഫ്രണ്ട് നീ ബസ്സിൽ പോയ കാര്യം അറിഞ്ഞാ പിന്നെ അവൻ ഞങ്ങളെ അടിച്ചു കൊല്ലും എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ടിട്ട് അവളും, അവൻ ഇവിടെ ഇല്ലെങ്കിലും എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമല്ലോ അവൻ. എന്തായാലും ഗായ്സ് ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കണം, കാരണം ഇന്ന് എന്റെ ലാസ്റ്റ് ഡേ, അതുകൊണ്ട് നിങ്ങളിപ്പോ വീട്ടിൽ പോയിക്കോ എന്നിന് അവരെ പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഇത് കേട്ട് കവിനും, എന്നാ ശരി എന്നാ പിന്നെ നമുക്ക് സ്കൂളിൽ വെച്ച് കാണാം എന്നിന് അവന്മാരും പറയും. അപ്പൊ ഇത് കേട്ടതോടെ അവളും, എന്തുവാ സ്കൂളിൽ വെച്ച് കാണാന്നോ? അപ്പോ നിങ്ങളെല്ലാവരും സ്കൂളിൽ വരുന്നോ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അവന്മാരും, ഞങ്ങക്ക് മനസ്സിലായി എല്ലാരും നീ ഉദ്ദേശിച്ചത് ടൈമിനെ അല്ലേ, പക്ഷെ എന്തോ ചെയ്യാനാ ഗോറിയ അവനിപ്പോ വിദേശത്തായി പോയല്ലേ, ഒരുപക്ഷെ അവൻ പെട്ടെന്ന് തന്നെ വരാൻ നീ ആഗ്രഹിക്കുകയാണോ എന്നിന് ഇവരുടെയും കളിയാക്കുമ്പോഴാണ് ഗോറിക്ക് നാണം വന്നിട്ട്, ആ മണ്ടനൊക്കെ ആർക്ക് കാണണം, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു എന്നിന് അവളും പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടും. അതിനുശേഷം ഗോറിയ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് അവളെ കണ്ടിട്ട് റെന്നെടുത്ത് വന്ന്, ഗോറിയ ഇന്ന് രാത്രി നീ ഫംഗ്ഷൻ ഇടാൻ വേണ്ടി ടൈം നിനക്ക് ഒരു ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട് എന്നിന് അവനും അത് ഗോറിയ കൊടുക്കും. അപ്പൊ ഇത് കണ്ടതോടെ അവളെ സന്തോഷപ്പെട്ട്, റെൻ നീ ഇവിടെ നിന്ന് ആരെ പടം വരച്ചോണ്ടിരുന്ന എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും, ഗോറിയ ഞാൻ മിറയുടെ കല്യാണത്തിന് നിങ്ങൾ എല്ലാരും പടം വരച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചത് എന്നിന് അവനും ഗോറിയെ പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവനും പടം വരച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഗോറിയും തിരിച്ച് വീട്ടിൽ പോകുമ്പോഴാണ് നമ്മുടെ അച്ഛനും പഴയ വീട്ടിലേക്ക് താമസം മാറാൻ തീരുമാനിക്കും. അങ്ങനെ ഇത് കേട്ടതോടെ അവരെല്ലാം ഷോക്കാവും. അപ്പോഴാണ് അമ്മയും, മൈ ഡിയർ ഹസ്ബൻഡ് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ ഇല്ല, ഇന്ന് വൈകുന്നേരം ഗോറിക്ക് ഫംഗ്ഷൻ ഉണ്ട് സ്കൂളിൽ, പിന്നെ നമ്മൾ മൂന്നുപേരും എങ്ങനെയാ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മാറ്റുന്ന, നിങ്ങളാണ് ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യന് എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട് അച്ഛൻ ആറ്റിറ്റ്യൂഡ് ഒക്കെ എടുത്തിട്ട്, എടി നീ പിള്ളേർ ഫ്രണ്ട് വെച്ച് എന്തൊക്കെയാ പറയുന്നത്, എന്നെ കൊണ്ട് പൊക്കാൻ പറ്റാത്ത ഈ ലോകത്ത് എന്തോ ഉള്ള, നിക്കി ഞാൻ നിനക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം എന്നിന് അച്ഛനും ചെന്ന് അവിടെ നിന്ന് ഒരു ബോക്സ് എടുക്കാൻ നോക്കുമ്പോഴാണ് അച്ഛന് നടു കൊടുക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് അവരെല്ലാരും, അച്ഛാ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോവല്ലേ എന്നതിന് അച്ഛന്റെ ഷോ എല്ലാം ഫ്ലോപ്പായി. അവസാനം ഗോറി തന്നെ എല്ലാ സാധനം എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി വയ്ക്കും. അപ്പോഴാണ് ഇത് കണ്ട അച്ഛനും, മോളെ ഇനി അച്ഛൻ പോയി എല്ലാം ചെയ്തോളാം എന്നതിന് അച്ഛൻ പറയുന്നതിന് മുമ്പേ ഗോറിയെ പെട്ടെന്ന് വണ്ടി എടുത്തോണ്ടങ്ങ് പോകും. അതേസമയം രാത്രി ഫംഗ്ഷൻ വെച്ച് എഫോറും ഗോറിയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഗോറിയെ മാസമായിട്ട് കൊണ്ടുപോയ വണ്ടി ചെളിക്കകത്ത് കയറി വണ്ടി എടുക്കാൻ പറ്റാതിരിക്കും. അപ്പോഴാണ് ബാക്കി കാർ ഇടുന്നുണ്ട് അച്ഛനും, മക്കളെ എന്റെ ഹെൽപ്പ് വേണോ, ഞാൻ വേണേ ഒറ്റ കൈ കൊണ്ട് അത് പൊക്കി എടുത്തു തരാം എന്നതിന് അച്ഛനും പറയുമ്പോഴാണ് ഇത് കേട്ടിട്ട് അമ്മയും, അടങ്ങി ഒതുങ്ങിയ കാർ ഇരു മനുഷ്യ, ഞങ്ങൾ തന്നെ ഈ കാർ നോക്കിക്കോളാം എന്നതിന് ഇവരെല്ലാരും കൂടെ ആ കാർ തള്ളി പുറത്താക്കും.
നടക്കും. അപ്പോഴാണ് അമ്മയും ഗോറിയ നീ ഞങ്ങൾക്ക് ചെയ്ത ഹെൽപ്പ് ഒക്കെ മതി, നീ ആദ്യം ഫംഗ്ഷനോ ഇപ്പൊ തന്നെ ലേറ്റ് ആയി എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇതുകളുടെ അനിയനും ചേച്ചി ടൈം നിനക്ക് വേണ്ടി വാങ്ങി തന്ന ഡ്രസ്സ് എന്നാ എന്നിന് അവനെ അത് പൊക്കിയെടുത്ത് ആ ചെളിക്കകത്ത് അങ്ങിടും. അങ്ങനെ ഇത് കണ്ടിട്ട് അവളിങ്ങനെ ഷോക്കായി നിൽക്കുമ്പോഴാണ് നമ്മുടെ അനിയനും സോറി ചേച്ചി ടാർഗറ്റ് മിസ്സായി പോയി എന്നിന് അവനിങ്ങനെ പേടിച്ച് നിന്നോണ്ടിരിക്കും. അങ്ങനെ അവൾ ആ യൂണിഫോം ഇട്ടോണ്ട് തന്നെ സ്കൂളിലേക്ക് ഓടി ചെല്ലുമ്പോഴാണ് അവിടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി കാണും. അതിനുശേഷം അവൾ അപ്സെറ്റായി അവിടെ തന്നെ കുത്തിയിരിക്കുമ്പോഴാണ് അവിടെ റെഡ് കാർഡ് കാണുന്നത്. അങ്ങനെ അവൾ ഇതെടുത്ത് നോക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഒരു മാപ്പ് കാണും. അങ്ങനെ അവൾ അത് ഫോളോ ചെയ്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴാണ് അവസാനം ആ സ്കൂളിന്റെ അടുത്തുള്ള സ്റ്റേഡിയത്തിൽ നിൽക്കുന്നത്. അപ്പോഴാണ് ഗോരയെ കണ്ടിട്ട് അവന്മാരും വന്ന് അവളെ പേടിപ്പിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് അവളും ഓ നിങ്ങളാണ് ഈ റെഡ് കാർഡ് ഉടച്ച, പിന്നല്ലാതെ F4 മാത്രം റെഡ് കാർഡ് എടുത്തുള്ളൂ, പക്ഷെ ഇപ്പൊ നിനക്ക് റെഡ് കാർഡ് എന്ന ആള് നിനക്ക് വേണ്ടി അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നിന് അവന്മാര് അവളെ വിളിച്ചോണ്ട് അകത്ത് പോകും. അപ്പോഴാണ് ടൈം അവൾക്ക് വേണ്ടി വീഡിയോ കോൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഗോറിയ വരുന്നുണ്ടിട്ട് അവനും ഗോറിയ നീ വരുന്ന ഇത്രയും താമസിച്ച, നിനക്ക് വേണ്ടി ഞാൻ എത്ര സമയത്ത് കാത്തിരിക്കുവാന്നറിയാം, അതൊക്കെ വിട്ട ഞാൻ നിനക്ക് ഡ്രസ്സ് എന്ത് എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ടൈം സോറി അതറിയാ ചെളിക്കകത്ത് വീണുപോയി എന്നിന് അവൾ പറയുന്നിട്ട് അവനും അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഈ യൂണിഫോം നിനക്ക് ചേരുന്നത്. പിന്നെ ഗോറിയ നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നു, നിന്റെ സ്കൂൾ ലൈഫിന്റെ ലാസ്റ്റ് ദിവസം ഞാൻ അവിടെ ഇല്ലാത്തോണ്ട് നീ കുറച്ച് അപ്സെറ്റ് അല്ലേ, സത്യം പറ എന്നിന് അവൻ ചോദിക്കും. അപ്പൊ അവളും പെട്ടെന്ന് ഇല്ലെന്ന് പറഞ്ഞിട്ട് ടൈം നീ അവിടെ ഫുള്ളും ബിസി അല്ലേ, പിന്നെ ഞാൻ എന്തിനാ നിനക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്നിന് അവൾ പറഞ്ഞതോടെ ഇത് കേട്ട് അവനും ചമ്മിയിട്ട് ഗോറിയ നീ എന്തായാലും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ പറയാ, എന്തായാലും സ്കൂൾ ഫംഗ്ഷന് ഡാൻസ് കാണുമല്ലോ, അപ്പൊ നിനക്ക് പേരിന് വേണ്ടി നീ എന്നെ കുറിച്ച് ഓർത്തതേ ഇല്ല, അതും പോട്ട് നിന്റെ ബോയ് ഫ്രണ്ട് പോയിട്ട് ഇത്രയും വർഷമായിട്ട് നീ എന്നെ കുറിച്ച് വിഷമിച്ചതേ ഇല്ല എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും സമ്മതിച്ച് എനിക്കും കുറച്ച് വിഷമമുണ്ട്, ഇപ്പൊ സമാനായ നിനക്ക് എന്നിന് അവർ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് F4 ടൈമിന്റെ അടുത്ത് പോയിട്ട് എടാ ടൈം എന്തുവാടെ ഇവിടെ നിന്ന് കുണുകുണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്, മര്യാദയ്ക്ക് ഇറങ്ങി വാടാ എന്നിന് അവനെ പിടിച്ച് വലിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് ഗോരി മൊത്തത്തിൽ ഷോക്കായി വെയിറ്റ് നിങ്ങളൊക്കെ എങ്ങനെ അവിടെ പോയ, അവൻ വിദേശത്തല്ല അല്ലെങ്കിൽ ഇത് മുമ്പേ എടുത്ത വീഡിയോ ആണോ എന്നിന് അവള് ഷോക്കായി നോക്കുമ്പോഴാണ് ടൈമും പറയുന്നത് ഗോറിയ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ സ്കൂൾ ഫംഗ്ഷന് ഞാൻ വരാതിരിക്കോ, അതാ ഞാൻ നേരിട്ടാണ് വന്ന് എന്നിന് അവനും അവളുടെ ഫ്രണ്ട് വന്നിങ്ങനെ നിൽക്കും. അങ്ങനെ അവനെ കണ്ടതോടെ അവളും മൊത്തത്തിൽ സന്തോഷപ്പെട്ടിട്ട് ടൈം നീ വരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇതൊരു വലിയ സർപ്രൈസ് ആയി പോയി എന്നിന് അവളും പറയുമ്പോഴാണ് ടൈമും ഓ ഗോറിയ ഇതൊന്നുമില്ല സർപ്രൈസ് എന്നിന് അവന് സിഗ്നൽ കാണിച്ചതോടെ ലൈറ്റ്സ് ഒക്കെ ഓണായി സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും ഇങ്ങനെ ചുറ്റിക്കറങ്ങും. അതായത് ഗോറിയെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും അവിടെ വിളിച്ചു വരുത്തി കാണും. അങ്ങനെ ഇതേ കണ്ട് അവളെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ടൈമും പറയുന്നത് പിന്നെ ഗോറിയ എനിക്ക് നിന്നോട് പ്രധാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇത്രയും കാലം നിന്നെ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി ഗോറിയ, ഇതിന് നീ എനിക്ക് മറുപടി തരണ്ട എന്നിന് അവന് റിംഗ് എടുത്ത് പ്രൊപ്പോസ് ചെയ്യുന്ന കണക്ക് അവനെ ഇങ്ങനെ കുനിഞ്ഞിരിക്കും. അങ്ങനെ ഇത് കണ്ടതോടെ എല്ലാവരും സന്തോഷത്തിൽ ഷോക്കായിരിക്കും. അപ്പോഴാണ് അവനെ പെട്ടെന്ന് ഷൂലേസ് കിട്ടിയിട്ട് ഗോറിയ നിനക്ക് ഇനിയും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ പഠിച്ചോണ്ടിരുന്നോ, നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം, പക്ഷെ എന്നെ കുറെ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല എന്നിന് അവനും പറഞ്ഞതോടെ ഇത് കേട്ട് അവളും ചിരിക്കും. കാരണം അവരെല്ലാം വിചാരിച്ചത് ടൈം ഇപ്പോൾ പ്രൊപ്പോസ് ചെയ്യാൻ പോവാന്ന്. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവന്മാരെല്ലാം ഇങ്ങനെ കൂവും. ഇത് കണ്ടിട്ട് അവനും എന്തുവാടാ നിങ്ങളൊക്കെ നിന്നെ കൂവുന്ന, ടൈം നിന്നെ കൊണ്ട് ഞാൻ തോറ്റ്, നിനക്ക് ഒരു പിടിയില്ലല്ലേ എന്നിനെ പാർട്ടി സ്റ്റാർട്ട് ചെയ്ത് അവരെല്ലാം സന്തോഷത്തോടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ കപ്പിൾസ് റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ MGയും അവർക്കൊരു ചാൻസ് കൊടുക്കാൻ വേണ്ടി അവന് മൈക്ക് എടുത്തിട്ട് പറയും ഗായ്സ് നിങ്ങളുടെ മൂഡൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് 10 സെക്കൻഡ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും, നിങ്ങൾ റൊമാൻസോ എന്തോന്ന് വെച്ചാൽ ചെയ്തോ എന്നിങ്ങനെ അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോഴാണ് ടൈം ഒന്നും ചെയ്യാൻ ചുമ്മാ നിൽക്കുന്ന കണ്ടിട്ട് ഗോറി അവനെ പിടിച്ച് കിസ് ചെയ്യാൻ വേണ്ടി എടുത്തു തരും. അങ്ങനെ അവര് റൊമാൻറ്റിക് ആയിട്ട് കിസ് ചെയ്യുന്നതോടെ നമ്മുടെ F4 ഐലൻഡ് ഇതോടെ തീരുകയാണ്. എന്തായാലും ഈ ഡ്രാമ ഇഷ്ടപ്പെടാത്ത ആരും കാണത്തില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഡ്രാമ കണ്ടിട്ടില്ലെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇപ്പൊ നമുക്ക് MJയുടെ ലവ് സ്റ്റോറിയിലേക്ക് പോകാം. ഇപ്പൊ ഗോറിയും കഴിക്കാൻ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് അവളും പുറത്തേക്ക് നടന്നു പോകുമ്പോഴാണ് നമ്മുടെ MJ ഒറ്റയ്ക്ക് ഇരുന്ന് ബാസ്കറ്റ് ബോൾ കളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് ഗോറി അടുത്ത് വന്നിട്ട് MJ നീ എന്ത് ഇവിടെ ഒറ്റയ്ക്ക് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന, നിനക്ക് ഇങ്ങനത്തെ പ്ലേസ് ഒക്കെ അറിയാം എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഓ ഗോറിയ നിനക്ക് എന്നെ കുറിച്ച് അറിയാത്ത കുറെ വിഷയങ്ങളുണ്ട്, പണ്ടൊക്കെ ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ കുറെ സന്തോഷപ്പെടും എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഗോറിയും പണ്ടൊക്കെയോ MJ നിന്റെ റിയാക്ഷൻ കണ്ടിട്ട് നിനക്കൊരു ലവ് സ്റ്റോറി ഉണ്ടെന്ന് തോന്നല്ല എന്നിന് അവൾ ചോദിക്കുമ്പോൾ അവനതോർത്ത് അപ്സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇത് കണ്ട് ഗോറിയും ഞെട്ടിയിട്ട് MJ ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു, അപ്പൊ സത്യത്തിൽ നിനക്ക് ലവ് സ്റ്റോറി ഉണ്ടോ എന്നിനെ MJ അവന്റെ ലവ് സ്റ്റോറി അവളോട് പറയും. അങ്ങനെ ഒരു ദിവസം MJയും ബോറടിച്ച് ഇവിടെ നിന്നിരിക്കുമ്പോഴാണ് അവിടെ ബാസ്കറ്റ് ബോൾ കളിച്ചോണ്ടിരിക്കുന്ന ഒരു പെണ്ണ് അവരുടെ ടീമിൽ ഒരാളിലെത്തോണ്ട് നമ്മുടെ MJ വിളിക്കും. അങ്ങനെ അവനും ബോറടിച്ചിരിക്കുന്നുണ്ട്, അവൻ അവരോട് പോയി ബാസ്കറ്റ് ബോൾ കളിക്കും. അങ്ങനെ അതോടെ ആ പെണ്ണുമായിട്ട് MJ കുറച്ച് ക്ലോസ് ആകും. അങ്ങനെ ഡെയിലി MJ ഒന്ന് അവരോട് കളിക്കുമ്പോഴാണ് ഒരു ദിവസം MJ സ്കൂളിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ ആ വഴി നടന്നു പോകും. അങ്ങനെ അവരെ കണ്ടിട്ട് അവളും പറയും ഓ എനിക്ക് ഇങ്ങനത്തെ റിച്ച് സ്റ്റുഡൻസ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല എന്നിന് അവൾ പറയുമ്പോഴാണ് ഇത് കേട്ട് MJയും അവനെ പറ്റിയുള്ള സത്യം അവളോട് പറയാതെ മറച്ചു വയ്ക്കും.
അപ്പോഴാണ് അവിടെ വേറെ 2-3 പേര് എന്നിട്ട് അവരോട് ബാസ്കറ്റ് ബോൾ കളിച്ച് ജയിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് MJയും ഓ ഇവന്മാരൊക്കെ പൊടി പയ്യന്മാരാ, നമ്മളെ കൊണ്ട് ജയിക്കാന്നേ ഉള്ളു എന്നിട്ട് അവരെയും വിളിച്ചോണ്ട് അവർക്കെതിരെ മാച്ച് കളിക്കും. അങ്ങനെ അവസാനം അവരും കളി ജയിച്ചതോടെ മറ്റവന്മാരും കുറച്ച് ദേഷ്യത്തിരിക്കും. അതിനുശേഷം MJ റെന്നും കൂടെ ഒരുമിച്ച് കാറി പോകുമ്പോഴാണ് റെന്നും ചോദിക്കുന്നത്, എടാ MJ നീ വല്ലപ്പോഴൊക്കെയാണല്ലോ ക്ലാസ് വരുന്നത്, പുറത്തു പോയി ഫൺ ചെയ്യുന്നേ കൊള്ളാം, പഠിച്ചില്ലേ പിന്നെ പരീക്ഷയ്ക്ക് തോറ്റും, അതിനുശേഷം F4 എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നിട്ട് അവൻ അഡ്വൈസ് ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് MJയും റെൻ ഞാൻ കൊച്ചൊന്നല്ല, അതുകൊണ്ട് നീ എന്നെ വെറുതെ വിട്, ഞാൻ വേണം നിന്നെ കഴിക്കാൻ ഫുഡ് ഓർഡർ ചെയ്യാം. എന്നിട്ട് അവന് ഓർഡർ ചെയ്ത് ഫുഡ് വരുമ്പോഴാണ് അത് കൊണ്ടുവരുന്നത് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന മറ്റേ പെണ്ണാണ്. അങ്ങനെ അവളെ കണ്ടതോടെ ഇവനും പെട്ടെന്ന് ഫേസ് മറിക്കും, കാരണം MJ റിച്ച് എന്നുള്ള കാര്യം അവൾക്ക് അറിയത്തില്ല. അതിനുശേഷം അവളും പോകുമ്പോഴാണ് നമ്മുടെ റെൻ MJയെ കണ്ടിട്ട് എടാ നീ ഇന്നലെ നിന്റെ ഫേസ് മറച്ച, ഒരു ശേഷം നിനക്ക് അവളെ ഇഷ്ടമാണോ എന്നിട്ട് അവൻ ചോദിക്കുമ്പം MJ അതൊന്നും ഇല്ലെന്ന് പറയും. അപ്പോഴാണ് റെന്നും എന്നാ ശരി എനിക്ക് ഇഷ്ടപ്പെട്ട്, എന്തുവാ റെൻ അങ്ങനെയൊന്നും നീ അവൾ ഇഷ്ടപ്പെടല്ലേ എന്നിട്ട് അവന് ടെൻഷനായി പറയും. അപ്പോഴാണ് റെന്നും MJ എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ എന്നിട്ട് അവനെന്നാണം കെടുത്തും. അതിനുശേഷം MJയും അവൾ ജോലി ചെയ്യുന്ന സ്ഥലം മനസ്സിലായതുകൊണ്ട് അവൻ അടുത്ത ദിവസം ഒരു നോർമൽ കാർ ഇരുന്നിട്ട് അവളെ കാണാൻ വേണ്ടി ഫുഡ് ഓർഡർ ചെയ്യും. അപ്പോഴാണ് അവൾ MJയെ കണ്ടിട്ട് ഓ MJ നീ ആയിരുന്നു ഫുഡ് ഓർഡർ ചെയ്തത്, അതായിരുന്നു നിന്റെ അച്ഛനാണ്, ഹലോ അങ്കിൾ എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ടവനും അല്ല അയാൾ എന്റെ അച്ഛനൊന്നല്ല എന്നിട്ട് അവനും തുറന്നു പറയാതെ ആ എന്നാ ശരി നീ പോയി ജോലി ചെയ്തോ നമുക്ക് പിന്നെ സംസാരിക്കാം എന്നിട്ട് അവളെ പറഞ്ഞയക്കും. അതിനുശേഷം അന്ന് രാത്രി MJ അവളെ കാണാൻ പോയിട്ട് പറയും ഓ നീ പുറത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പം ബാസ്കറ്റ് ബോൾ കളിക്കാൻ നിനക്ക് എങ്ങനെ സമയം കിട്ടുന്നത് എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ MJ അതൊന്നുമില്ല, എന്റെ ഡ്രീം എന്താന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണ് എന്നിട്ട് അവളും പറയും. അപ്പൊ ഇത് കേട്ട അവനും ആ നീ ഒന്നും വിഷമിക്കണ്ട, നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്യാം എന്നിട്ട് അവനും അവളോട് പറയും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം MJ ഒഴിച്ച് ബാക്കി എല്ലാവരും ബാസ്കറ്റ് ബോൾ കളിക്കാൻ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ തവണ തോറ്റുപോയ ആ 3 പേര് വീണ്ടും വന്നിട്ട് ഒന്നും കൂടെ റീമാച്ച് നടത്താൻ പറയും. അങ്ങനെ അവര് മാച്ച് കളിക്കുന്ന കാര്യം അറിഞ്ഞ് നമ്മുടെ MJ അവിടെ എത്തുമ്പോഴാണ് അവന്മാര് മോശമായ രീതി കളിച്ച് അവളെ വേദനിപ്പിച്ച കാര്യം അറിയുന്നത്. അങ്ങനെ ഇത് കേട്ട് അവനും ദേഷ്യപ്പെട്ട് അടിക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് അവനെ തടഞ്ഞിർത്താൻ നോക്കും. അപ്പോഴാണ് അവന്മാർ ഇത് കണ്ടിട്ട് ഓ ഒരു ശേഷം നിങ്ങൾക്ക് വീണ്ടും റീമാച്ച് നടത്തണമെങ്കിൽ നിങ്ങളുടെ ടീം ഒരാൾ കുറവാണല്ലേ, അവൾക്ക് പകരം നിങ്ങൾ ഇനി ആരെയെ കണ്ടെത്താൻ പോന്ന എന്നിട്ട് അവന്മാരും കളിയാക്കി ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് MJയും നാളെ കറക്റ്റ് ഇതേ സമയത്ത് നമ്മൾ തമ്മിലുള്ള മാച്ച് അടക്കും, ആളൊക്കെ ഞാൻ സെറ്റ് ആയി കൊണ്ടുവരാം എന്നിട്ട് അവനെ അടുത്ത ദിവസം മാസമായിട്ട് F4 വിളിച്ചോണ്ട് വരും. അപ്പോഴാണ് ടൈമും ഏത് മണ്ടനാളാ F4 ആയിട്ട് അടിയുണ്ടാക്കുന്നത് എന്നിട്ട് അവന്മാരും കളിക്കാൻ പോകുമ്പോഴാണ് മറ്റേ പയ്യന്മാരും അവളെ ചീറ്റ് ചെയ്ത് കാലുപിടിച്ച കണക്ക് നമ്മുടെ തൈമയും തട്ടിയിട്ട് മാച്ച് ജയിക്കാൻ നോക്കും. പക്ഷെ അവന്മാർക്ക് അറിയത്തില്ല അവന്മാർ തട്ടിയിട്ട് തൈമനാണെന്ന്. അപ്പോഴാണ് തൈമ എഴുന്നേറ്റ് എന്നിട്ട് ഓ ഞാൻ വിചാരിക്കുന്നത് നിനക്ക് കളിക്കുന്നതിനെക്കാട്ടിലും അടി കൂടാനാ താല്പര്യമെന്ന് എന്നിട്ട് അവന്റെ ഫേസ് നോക്കി ഒറ്റ റെഡി വെച്ചാൽ കൊടുക്കും. അങ്ങനെ ഇത് കണ്ട് MJ എടുത്ത് വന്നിട്ട് അപ്പൊ നീയാണോ അവളെ അടിച്ചിട്ട് എന്നിട്ട് അവനെ പിടിച്ച് അടിക്കാൻ പോകുമ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് അവളവിടെ വരുന്നത്. അവൻ അതേസമയം ആ പയ്യന്മാരുടെ അച്ഛൻ അവിടെ വരും. അത് വേറെ ആരുമല്ല നമ്മുടെ ഗോരയ്ക്ക് ലോൺ കൊടുത്ത അയാളാണ്. അപ്പൊ അവന്റെ അച്ഛനോട് ഒരു കംപ്ലൈന്റ് പറയും ഇവന്മാർ അവനെ അടിച്ചെന്ന്. അപ്പോഴാണ് ഇത് കേട്ട് കവിനും ചിരിച്ചിട്ട് ഓ ഇതായിരുന്നു നിന്റെ ഡാഡി എന്നിട്ട് അവന് ഫ്രണ്ട് വന്ന് നിൽക്കും. കാരണം കവിന്റെ ഒരു മാസമായ ഫൈറ്റ് ഒക്കെ അന്ന് ബാറി വെച്ച് അയാൾ കണ്ടതാണ്. അപ്പൊ കവിനെ കണ്ട് അയാളും പിടിച്ചിട്ട് മിസ്റ്റർ കവിൻ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ, എടാ മര്യാദയ്ക്ക് നീ അവരോട് സോറി ചോദിക്കടാ, ഇത് ആരാന്ന് എനിക്കറിയാ എന്നിട്ട് അവരും പേടിക്കുമ്പോഴാണ് ഇത് കണ്ടിട്ട് അവൾക്കും MJ ആണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അന്ന് രാത്രി അവൾ MJയോട് പറയും MJ നിനക്ക് ഞങ്ങളെ കണ്ടിട്ട് മണ്ടന്മാരായിട്ട് തോന്നുന്നു, ഇനി തൊട്ട് എനിക്ക് നിന്നെ കാണണ്ട എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അവരാരും ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി അവിടെ വരത്തില്ല. അങ്ങനെ ഈ കാര്യമൊക്കെ MJയും ഗോരയുടെ അടുത്ത് പറയുമ്പോഴാണ് അവളും ചോദിക്കുന്നത് ആ പിന്നെ MJ അവളുടെ പേരെന്തോ നീ പറഞ്ഞ നത്നണ്ടയോ എന്നിട്ട് അവൾ അത് കേട്ടിട്ട് ഗൂഗിൾ അടിച്ച് നോക്കുമ്പോഴാണ് അവളുടെ ഡ്രീം അനുസരിച്ച് ഒരു ബെസ്റ്റ് ബാസ്കറ്റ് ബോൾ പ്ലെയർ ആകും. അതേസമയം MJ ഒറ്റ ബാസ്കറ്റ് ബോൾ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ അവിടെ വന്നിട്ട് MJ നീ എന്നോട് ക്ഷമിക്കണം, അന്ന് ഞാൻ നിന്നോട് എന്തിനാ വെറുതെ ദേഷ്യപ്പെട്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്നിട്ട് അവള് പറയുന്നതായിട്ട് അവനും തിരിച്ച് സോറി വയ്ക്കും. അങ്ങനെ അതോടെ ഇവർ തമ്മിലുള്ള പ്രശ്നം സോൾവ് ആയി ഇവർ സെറ്റ് ആകും. അങ്ങനെ അതോടെ നമ്മുടെ MJയുടെ ലവ് സ്റ്റോറി തീരുന്നു. ഇപ്പൊ F4 നമ്മുടെ റെന്നിന് മാത്രമുള്ള ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത. എന്തായാലും F4 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരാന്ന് താഴെ കമന്റിൽ പറയുക. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രാമയിൽ കാണാം.